അധ്യായം 12. യേഹുവിന്റെ 7-ാം ആണ്ടിൽ യഹോവാശ് വാഴ്ച തുടങ്ങി. അവൻ യെരുശലേമിൽ 40 സംവത്സരം വാണു. ബേർശേബക്കാരത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്നുപേർ. യഹോയാദ പുരോഹിതൻ യഹോവാശിനെ ഉപദേശിച്ചു പോന്ന കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്കു നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. യഹോവാശ് പുരോഹിതന്മാരോട്, യഹോവയുടെ ആലയത്തിൽ നിവേദിതമായി പിരിഞ്ഞുകിട്ടുന്ന ദ്രവ്യമൊക്കെയും ഓരോ ആളെ മതിച്ച വിലയും യഹോവയുടെ ആലയത്തിൽ ഓരോരുത്തൻ കൊണ്ടുവരുന്ന സ്വമേധാദാനമായ ദ്രവ്യമൊക്കെയും ഓരോ പുരോഹിതനും താന്താന്റെ പരിചയക്കാരോട് വാങ്ങി ആലയത്തിന്റെ അറ്റകുറ്റം കാണുന്നിടത്തൊക്കെയും അറ്റകുറ്റം തീർക്കണം എന്ന് കൽപ്പിച്ചു. എന്നാൽ യഹോവാശ് രാജാവിന്റെ 23-ാം ആണ്ടിൽ പുരോഹിതന്മാർ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തിട്ടില്ലായിരുന്നു. ആകയാൽ യഹോവാശ് രാജാവ് യഹോയാദ പുരോഹിതനെയും ശേഷം പുരോഹിതന്മാരെയും വരുത്തി അവരോട്, നിങ്ങൾ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാതിരിക്കുന്നത് എന്ത്? ഇനി നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരോട് ദ്രവ്യം വാങ്ങാതെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അത് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാർ തങ്ങൾ മേലാൽ ജനത്തോടും ദ്രവ്യം വാങ്ങാതിരിപ്പാനും ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാതിരിപ്പാനും സമ്മതിച്ചു. അപ്പോൾ യഹോയാദ പുരോഹിതൻ ഒരു പെട്ടകം എടുത്ത് അതിന്റെ മൂടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി യാഗപീഠത്തിനരികെ യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വലത്തുഭാഗത്ത് വെച്ചു. വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിലേക്ക് വരുന്ന ദ്രവ്യമൊക്കെയും അതിലിടും. പെട്ടകത്തിൽ ദ്രവ്യം വളരെയായി എന്നു കാണുമ്പോൾ രാജാവിന്റെ രായസക്കാരനും മഹാപുരോഹിതനും കൂടെ ചെന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം എണ്ണി സഞ്ചികളിൽ കെട്ടും. അവർ ദ്രവ്യം യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുന്ന വിചാരകന്മാരുടെ പക്കൽ തൂക്കിക്കൊടുക്കും. അവർ അത് യഹോവയുടെ ആലയത്തിൽ പണി ചെയ്യുന്ന ആശാരിമാർക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും കല്ലുവെട്ടുകാർക്കും യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന മരവും ചെത്തിയ കല്ലും വാങ്ങുന്നതിനും ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന ചെലവൊക്കെയും കഴിക്കുന്നതിനും കൊടുക്കും. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞുകിട്ടിയ ദ്രവ്യം കൊണ്ട് വെള്ളിക്കിണ്ണം, കത്രിക, കലം, കാഹളം എന്നിങ്ങനെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർ യഹോവയുടെ ആലയം വകയ്ക്ക് ഉണ്ടാക്കാതെ പണി ചെയ്യുന്നവർക്ക് മാത്രം അത് കൊടുക്കും. അങ്ങനെ യഹോവയുടെ ആലയത്തിന് അറ്റകുറ്റം തീർക്കും. എന്നാൽ പണി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടതിന് ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്ക് ചോദിച്ചില്ല. വിശ്വാസത്തിന്മേലായിരുന്നു അവർ പ്രവർത്തിച്ചു പോന്നത്. അകൃത്യയാഗത്തിന്റെ ദ്രവ്യവും പാപയാഗത്തിന്റെ ദ്രവ്യവും യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്നില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. ആ കാലത്ത് അരാം രാജാവായ ഹസായേൽ പുറപ്പെട്ട് ഗത്തിനെ യുദ്ധം ചെയ്തു പിടിച്ചു. ഹസായേൽ യെരുശലേമിന്റെ നേരെയും വരേണ്ടതിന് ദൃഷ്ടിവെച്ചാറെ യഹൂദ രാജാവായ യഹോവാശ് തന്റെ പിതാക്കന്മാരായ യഹോശാഫാത്ത്, യഹോറാം, അഹസ്യാവ് എന്നീ യഹൂദ രാജാക്കന്മാർ നിവേദിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ നിവേദിച്ചിരുന്ന വസ്തുക്കളും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലുമുള്ള പൊന്നൊക്കെയും എടുത്ത് അരാം രാജാവായ ഹസായേലിന് കൊടുത്തു. അങ്ങനെ അവൻ യെരുശലേമിനെ വിട്ടുപോയി. യോവാശിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോവാശിന്റെ ഭൃത്യന്മാർ മത്സരിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി സില്ലായിലേക്ക് പോകുന്ന വഴിക്കലുള്ള മില്ലോ ഗൃഹത്തിൽ വെച്ച് അവനെ കൊന്നു. ശിമേയാത്തിന്റെ മകനായ യോസാഖാർ, ഷോമോരിന്റെ മകനായ യഹോസാബാദ് എന്നീ ഭൃത്യന്മാരായിരുന്നു അവനെ വെട്ടിക്കൊന്നത്. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ അമസ്യാവ് അവന് പകരം രാജാവായി തീർന്നു.